ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ജീവിതത്തിൽ ഏറ്റവും വലിയ നിധിയാണ് സുഹൃത്തുക്കൾ. നമ്മുടെ മനോഭാവം അറിഞ്ഞ് ത്യാഗമനോഭാവത്തോടുകൂടി പെരുമാറുന്ന ഉത്തമ ബന്ധുവാണ് സുഹൃത്ത് എന്ന് പറയുന്നത്. സുഹൃത്ത് എന്നാൽ നല്ല ഹൃദയമുള്ള ആള് എന്നാണ് അർത്ഥം. നല്ല ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം അവിടെ മനസ്സ് എന്ന ഹൃദയത്തിനൊരർത്ഥം കൂടിയുണ്ട്. രക്തം പമ്പ് ചെയ്യുന്ന അവയവത്തെ അല്ല ഇവിടെ ഹൃദയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല സൽഗുണങ്ങൾ നിറഞ്ഞ ഒരു ഹൃദയമുള്ള ഒരാൾക്ക് ഈ ഭൂമുഖത്ത് എല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ്. എന്നാൽ സുഹൃത്ത് ഇല്ലാത്ത ഒരാൾക്ക്, നല്ല മനോഭാവം അതായത് നല്ല ഗുണങ്ങൾ ഇല്ലാത്ത മനസ്സുള്ള ഒരാൾക്ക് സുഹൃത്തുക്കൾ ഇല്ലെന്ന് മാത്രമല്ല ശത്രുക്കൾ പെരുകിക്കൊണ്ടേയിരിക്കും. അതിനാൽ നാം ശത്രുക്കളെ അല്ല ഉണ്ടാക്കേണ്ടത്, സുഹൃത് ബന്ധത്തെയാണ്. അതും കാര്യം കിട്ടാൻ വേണ്ടി മാത്രം സൗഹൃദം നടിച്ചു വരുന്നവർ ഒരിക്കലും സുഹൃത്തുക്കളല്ല. യഥാർത്ഥ സുഹൃത്തുക്കൾ നമ്മോടൊപ്പം എന്നും നിലനിൽക്കുന്നതാണ്. എന്നാൽ ശരിക്കും നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് സർവേശ്വരനാണ്. ഈശ്വരൻ എന്നും എപ്പോഴും എവിടെയും നമ്മോടൊപ്പം ഉള്ള സുഹൃത്താണ്. ആ സുഹൃത്തിനെ മുറുകെ പിടിച്ചാൽ മറ്റൊന്നിൻ്റെയും നമുക്ക് ആവശ്യമില്ല, ഒരു കുറവും നമുക്ക് അനുഭവപ്പെടുകയുമില്ല. അതിനാൽ ആ സുഹൃത്തിനെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വേണ്ടതുപോലെ നാം നിയന്ത്രിക്കുക തന്നെ വേണം. ആ ഇന്ദ്രിയ നിയന്ത്രണമുള്ള ഒരാൾക്ക് മാത്രമേ സുഹൃബന്ധം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സൗഹൃദമുണ്ടെങ്കിൽ ഭൂമണ്ഡലം തന്നെ സ്വർഗസമാനമെന്നോർത്തിടേണം. സത്താവും ആത്മാവും മാത്രമാണീ ജഗത്, വസ്തുക്കളെല്ലാം എന്നനുഭൂതമാകും. നാം ഇന്ദ്രിയങ്ങളെ നിയന്ത്രണ വിധേയമാക്കി നല്ല ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് നാമെങ്കിൽ, അതായത് നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണ് നമ്മളെങ്കിൽ, ഈ ഭൂമണ്ഡലം മുഴുവൻ സ്വർഗസമാനമായി തോന്നും. സ്വർഗം എന്നാൽ സുഖത്തെ പ്രദാനം ചെയ്യുന്ന സ്ഥലത്തിനാണ് സ്വർഗം എന്ന് പറയുന്നത്. നല്ല ഒരു സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ, അതായത് നമുക്ക് തന്നെ നല്ല ഒരു ഹൃദയമുണ്ടെങ്കിൽ ഈ ഭൂമണ്ഡലം മുഴുവൻ സ്വർഗ സമാനമായി തോന്നും. സൗഹൃദമുണ്ടെങ്കിൽ ഭൂമണ്ഡലം തന്നെ സ്വർഗ സമാനമെന്നോർത്തിടേണം. ഈ ഭൂമി മുഴുവൻ നമുക്ക് സ്വർഗമായിട്ട് അനുഭവപ്പെടും നല്ല സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ. നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ, നമ്മുടെ മനസ്സ് പരിശുദ്ധമാണെങ്കിൽ നമുക്കെല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ ഈ ഭൂമണ്ഡലം മുഴുവൻ നമുക്ക് ആനന്ദപ്രദമായിട്ട് അനുഭവമാകും. എല്ലാവരും നമ്മുടെ ബന്ധുക്കൾ മാത്രമായിരിക്കും. സത്താവും ആത്മാവും മാത്രമാണ് ഈ ജഗത്. അങ്ങനെ നമ്മുടെ മനസ്സ് സുഹൃത് ബന്ധം ഉള്ളതാണെങ്കിൽ സത്തായിരിക്കുന്ന പരമാത്മാവ് ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നതായി നമുക്കനുഭവമാകും. നാം മൗനിയായാൽ, നമ്മുടെ മനസ്സ് മൗനമായ, നാക്കടക്കി വയ്ക്കുന്നതല്ല മൗനം. പലരും നാവടക്കി വയ്ക്കും, എന്നിട്ട് ആശയങ്ങൾ എഴുതി കാണിക്കും. അത് മൗനമല്ല. എന്നാൽ നമ്മുടെ മനസ്സ് വിഷയങ്ങളിലേക്ക് ഓടാതെയാകുമ്പോൾ നമുക്കൊന്നും സംസാരിക്കാൻ ഇല്ലാതെയാകും. അതാണ് വാസ്തവത്തിൽ മൗനം. മിണ്ടാതിരിക്കുന്നതല്ല, മിണ്ടാനൊന്നും ഇല്ലാതെ നമ്മുടെ മനസ്സ് നിശ്ചലമാകുമ്പോഴുള്ള അവസ്ഥയാണ് മൗനം. അങ്ങനെ മൗനമാകുമ്പോൾ സത്താകും ആത്മാവും മാത്രമാണ് ഈ ജഗത്.
പരമസത്തായിരിക്കുന്ന ആ പരമാത്മാവ് മാത്രമാണ് ഈ ജഗത് പദാർത്ഥങ്ങളെല്ലാം എന്ന് നമുക്ക് അനുഭവമാകും. നാം മിണ്ടാതെയായാൽ ഒരു കല്ലുകൂടി നമ്മോട് സംസാരിക്കും. നമ്മൾ മൗനമാണെങ്കിൽ വൃക്ഷലതാദികളും അതുപോലെ പൂത്തുല്ലസിക്കുന്ന പുഷ്പങ്ങളും കായ്കളും എല്ലാം നമ്മോട് സംസാരിക്കുകയും ആ ഭാഷ നമുക്ക് സ്വാധീനമാവുകയും ചെയ്യും. മൃഗങ്ങൾ പോലും, നാം ഇണക്ക മൃഗങ്ങൾ നമ്മെ കാണുമ്പോൾ അവരൊരു പ്രത്യേക ശബ്ദമുണ്ടാക്കുന്നു. നമ്മുടെ ശബ്ദം അവർക്കും അവരുടെ ആ പ്രത്യേക ശബ്ദം നമുക്കും മനസ്സിലാകുമല്ലോ. അവരും നമ്മളും ഏകീകരിക്കുമ്പോഴാണ് അതനുഭവമാകുന്നത്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട് നമ്മളാകുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരായി അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട ആഹാരാദികളും മറ്റു സുഖസൗകര്യങ്ങളും നാം കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മോട് സംസാരിക്കും അവരുടെ ഭാഷയിൽ. അത് നമുക്ക് ശരിക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മുടെ ഭാഷ അവർക്കും മനസ്സിലാവുന്നതാണ്. അതിനാൽ സൗഹൃദമുണ്ടെങ്കിൽ ഭൂമണ്ഡലം തന്നെ സ്വർഗസമാനമെന്നോർത്തിടേണം. സത്താകും ആത്മാവ് മാത്രമാണ് ഈ ജഗത് വസ്തുക്കളെല്ലാം എന്നനുഭൂതമാകും.